മുഖ്യമന്ത്രി കെ.എസ്.യു തർക്കത്തിന് പരിഹാരം തേടി മുതിർന്ന നേതാക്കളുമായി സണ്ണി ജോസഫ് ആശയവിനിമയം നടത്തി. കെ.എസ്.യു നേതൃത്വത്തിന്റെ പരാതി പരിഗണിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി കെ.എസ്.യു തർക്കം ദോഷം ചെയ്യുമെന്നും സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കെ.എസ്.യു പ്രസിഡന്റ് അലോഷ്യസ് സേവറിന് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുക്കാനായി സണ്ണി ജോസഫ് വീണ്ടും വി.ഡി. സതീശനെ കാണും. എന്നാൽ പരസ്യ പ്രതികരണം പാടില്ല എന്ന നിലപാടിലാണ് കെ.പി.സി.സി. വിമർശനങ്ങളൊക്കെ പാർട്ടിക്കകത്ത് ഒതുക്കി നിർത്തണം. പരസ്യ വിമർശനങ്ങളെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. പറയാനുള്ള കാര്യങ്ങൾ പാർട്ടിക്കകത്ത് പറയും. എന്നോട് ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, അവരെ ചില പ്രയാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ മുഖ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അത് ചർച്ചയിലൂടെ പരിഹരിക്കാവുന്നതാണ്. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഇപ്പോൾ ഈ തർക്കത്തിൽ എന്ത് പരിഹാരത്തിനാണ് കെ.പി.സി.സി ശ്രമിക്കുന്നത്? മുഖ്യമന്ത്രിയെ പോയി കണ്ടുകൊണ്ട് കെ.എസ്.യു നേതാവിനെ കാണണമെന്ന് പറയുകയാണോ? ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കുകയാണോ? എങ്ങനെയാണിത് ചർച്ചകൾ നടക്കുന്നത്? റോഷിപാൽ, സ്മൃതി, കെ.എസ്.യു മുഖ്യമന്ത്രി തർക്കം അത് പാർട്ടിക്കകത്ത് വലിയ വിഭാഗീയതയ്ക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് മുതിർന്ന നേതാക്കൾ തന്നെ കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫിനോട് പ്രശ്നപരിഹാരത്തിന് ഇടപെടാൻ നിർദ്ദേശം നൽകിയത്. അതുകൊണ്ടാണ് ഇന്നലെ തന്നെ മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായി സണ്ണി ജോസഫ് ആശയവിനിമയം നടത്തി ഈ പ്രശ്നങ്ങൾ തീർക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചു. സമാനമായി തന്നെ കെ.എസ്.യു സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറുമായും സണ്ണി ജോസഫ് സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് ഇരുവരും തമ്മിൽ ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കാനുള്ള ശ്രമം കെ.പി.സി അധ്യക്ഷൻ നടത്തുന്നത്. കാരണം കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ലഭിച്ചിരുന്നില്ല. അതിൽ അലോഷ്യസ് സേവ്യറിന്റെ അസംതൃപ്തിയുണ്ട്. ആ ഒരു സാഹചര്യം പരിഹരിക്കുക, അതേപോലെ തന്നെ കെ.എസ്.യു നേതൃത്വത്തോട് കൂടുതൽ പ്രകോപനം ഉണ്ടാക്കരുത്, പരസ്യമായ പ്രസ്താവന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തരുത് എന്ന നിർദ്ദേശവും നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പരസ്യ പ്രസ്താവനകൾ ഇപ്പോൾ പുറത്തു വരാത്തത്. ഏതായാലും ഒരുപക്ഷെ 1-2 ദിവസത്തിനകം തന്നെ മുഖ്യമന്ത്രിയുമായി അലോഷ്യസ് സേവ്യറിന് കൂടിക്കാഴ്ച നടത്താനുള്ള അവസരം വരും. അവിടെ അവരുടെ പരാതി അവതരിപ്പിക്കാൻ അവസരമുണ്ടാകും. അതിനുശേഷം സ്വാഭാവികമായും എന്തുകൊണ്ടാണ് അങ്ങനൊരു തീരുമാനം സർക്കാർ എടുത്തതെന്ന വിശദീകരണവും വരും. നിലവിൽ തന്നെ ഈ വിവാദമായ പ്ലീഡർ നിയമനത്തിൽ ആരാണ് അഭിഭാഷകയെ നാമനിർദ്ദേശം ചെയ്തത് എന്ന കാര്യം പുറത്തു വന്നു കഴിഞ്ഞു. ഡീൻ കുര്യാക്കോസ് അത് ഏറ്റെടുക്കുകയും ചെയ്തു. അത് പാർട്ടി പ്രവർത്തകയാണെന്ന വാദം ഡീൻ കുര്യാക്കോസ് ഉയർത്തുന്നു. അതേസമയം SFIയുടെ പ്രവർത്തകയായി ലോ കോളേജിൽ പ്രവർത്തിച്ച കാലഘട്ടമാണ് കെ.എസ്.യു സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ തർക്കങ്ങൾ പരസ്യമാകാതെ ആ പ്രശ്നങ്ങളൊക്കെ പാർട്ടിക്കകത്ത് പറഞ്ഞു തീർക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അത് ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സർക്കാരിന് തന്നെ ദോഷമാകും, പൊതുസമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും എന്നൊക്കെയാണ് മുതിർന്ന നേതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നത്. ശരിയാ, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.